ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ്, തക്കാളി, അതുപോലെ തന്നെ സവോളയൊക്കെ വേണം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. തുടർച്ചയായിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ 1-2 വീഡിയോസായിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതാണ് പലരും വീഡിയോസ് ഇടുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്തു. ഒരുപാട് വലിയ പീസല്ല, എന്നാലും അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, കളറ് പോകാതിരിക്കാൻ. അതിന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ എണ്ണയിൽ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഒരു പിടി ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 4-5 ടേബിൾ സ്പൂൺ, അത്രയൊക്കെ ചേർത്താലും മതി കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ. ഇതിൽ നമ്മൾ സാധാ ഗ്രീൻ പീസ് വേവിച്ച് ചേർത്താൽ അതാണ് കൂടുതൽ നല്ലത്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടിയോളം എടുത്തിട്ട് ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. അതിപ്പോൾ ഇതാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഫ്രോസൺ ഗ്രീൻ പീസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റണം. ഇനി ഇതിനകത്തേക്ക് ഒരു 4-5 ഫ്ലവർ മതിയാവും കേട്ടോ. കോളിഫ്ലവറിൻ്റെ ഒരു 4-5 ഏതെല്ലാം എടുത്തിട്ട് ഒരു ഇതെല്ലാം 2ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ഒരു 4-5 എണ്ണം എടുത്താൽ മതിയാവും. ചെറുത് മതി, ഒരുപാട് വലുത് വേണ്ട. നല്ല വലിയ ഏതെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. ഒരു 3-4ആയിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലർ ഉരുളക്കിഴങ്ങും ഈ ഗ്രീൻ പീസ് മാത്രം ഇട്ട് ചെയ്യാറുണ്ട്, കോളിഫ്ലവർ ഇട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ആ എണ്ണയിൽ നന്നായിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. സെയിം പാനിൽ തന്നെ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തോളൂ. നല്ല പോലെ വഴണ്ട് കിട്ടണം കേട്ടോ. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന പരുവം. സവോളയുടെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3-4 വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 3-4 എണ്ണം എടുക്കാം, വലുതാണെങ്കിൽ 1-2 ഒക്കെ എടുത്താൽ മതി. അതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ആ സവോളയുടെ കളറൊക്കെ നന്നായി മാറിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, 2 ടീസ്പൂൺ ലെവൽ ചെയ്തിട്ട് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളിതിൽ കുരുമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി, പൊടികളുടെ റോ ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റാക്കി കിട്ടണം. പൊടികൾ ടീസ്പൂണാണ്, 2 ടീസ്പൂൺ ലെവൽ ചെയ്തെടുക്കുക, ഒരുപാട് കുമിച്ചെടുക്കരുത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കേണ്ട. ഇങ്ങനെയുള്ളതിലൊക്കെ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ഓൾമോസ്റ്റ് ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുത്തതാണല്ലോ, ബാക്കി കൂടി വേവണം. വെള്ളം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോവും. ഉടയാൻ പാടില്ല, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഇത്തിരി വെള്ളം മതിയാവും, ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ആ ഇത്തിരി ചെറുതായിട്ടൊരു വേവല്ലേ ഉള്ളൂ, കുറച്ച് വേവേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്താൽ മതി. തേങ്ങ ഒരുപാട് എടുക്കരുത്. ഒരു 4-5 കുരുമുളകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുത്തോളൂ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത്. അപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുക്കുമ്പോൾ എല്ലാം നല്ല ഈവനായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വറുക്കുമ്പം പലതും പല അളവായതുകൊണ്ട് തന്നെ നമ്മൾ ചിരകി എടുക്കുമ്പോൾ ചിലപ്പം വലുതും ചെറുതുമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ 2 കളറിൽ കിടക്കും. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൾസ് മോഡിലൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ്. നോർമൽ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും വറുത്ത് കിട്ടാൻ. പക്ഷേ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. അപ്പോൾ ഇത് മതിയാവും. അത്യാവശ്യം നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് സെയിം പാനിൽ തന്നെ വയ്ക്കൽ, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി റോസ്റ്റ് ആവും. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഇതാ നമ്മുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് കഴിയുമ്പോൾ ആ തേങ്ങ, അതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കില്ല, കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിയുമ്പോൾ ആ ഒരു കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് കുറുകി വരണം, ഒന്ന് തിളച്ച് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയി വരണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ലൂസാവരുത്, കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൂട്ടാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് നല്ല ലോയിൽ വയ്ക്കുക. നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പം ഇതാണ് എൻ്റെ ഒരു പരുവം. ഒരുപാട് ലൂസാക്കി വെക്കരുത് കേട്ടോ. എന്നാൽ ഓവറായിട്ട് അങ്ങ് തിക്കാക്കാനും പാടില്ല. ഈ ഒരു പരുവത്തിലിരിക്കണം, അതാണ് കറക്റ്റ് പരുവം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. തേങ്ങ ചേർത്ത് ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 6-7 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഇത്തിരി നേരം വയ്ക്കുക. എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്വല്പം, ഒരു 1/4 ടീസ്പൂൺ മതി മുളക് പൊടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പെട്ടെന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഒരുപാട് നേരം ആ ചൂടിൽ തന്നെ ഇട്ടേക്കരുത്, മുളക് പൊടി കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കാവൂ, ഇല്ലെങ്കിലും അത് കരിയും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് നമ്മുടെ പൊട്ടറ്റോ ആയാലും കോളിഫ്ലവർ ആയാലും അങ്ങ് ഒട്ടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവുകയും വേണം, ആ പരുവം. ഉടഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിപ്പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറാക്കിയിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.